ഹലോ ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഒരു പാർക്കിൽ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതായിരുന്നേ. ഇന്ന് പകൽ ഭയങ്കര ചൂടായിരുന്നു ഇവിടെ മെൽബണിൽ. ഓൾമോസ്റ്റ് ഒരു 33 ഡിഗ്രീസ് ഉണ്ടായിരുന്നു. അപ്പം വീടെല്ലാം നല്ല ചുട്ട് പഴുത്തിരിക്കുമായിരുന്നു. അപ്പം ആ ഒരു സമയം നോക്കി ഞങ്ങൾ വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതാണ്. ഇന്ന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഇന്ന് എന്നോടൊപ്പം ഈ വീഡിയോയിൽ എൻ്റെ വൈഫും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായ്. വൈഫിൻ്റെ പേര് നിമി. നിമി ഒരു ബയോമെഡിക്കൽ എൻജിനീയറാണ്. അപ്പം ഇനി മുതൽ വീഡിയോസിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിമിയെ കാണാം. അതുപോലെ തന്നെ നിമിയുടെ എക്സ്പീരിയൻസസും നിമി ഈ ചാനലിലൂടെ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പം ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ടു മെൽബൺ ടോക്കീസ്. ഞങ്ങളിന്ന് വാക്കിങ്ങിനായിട്ട് വന്നത് ഡാൻഡനോങ് ക്രീക്ക് ട്രെയിൽ എന്ന് പറയുന്ന ഒരു വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ ട്രെയിൽസാണ് ഇവിടെ. ഡാൻഡനോങ് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും, ഒരുപക്ഷെ അറിയായിരിക്കും ഈ ഒരു സ്ഥലം. വളരെ ബ്യൂട്ടിഫുള്ളാണിത്. ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ക്യാമറ സ്പാൻ ചെയ്തൊന്ന് കാണിക്കാം. ഈ ഒരു സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് 8 o'clock ആയി ഈവനിങ്. പക്ഷേ ഇപ്പോഴും നല്ല വെട്ടമുണ്ട് ഇവിടെ. പിന്നെ ഇതൊരു സൈക്കിൾ ട്രെയിലാണ്. പക്ഷേ ഒത്തിരി ആൾക്കാർ ഇവിടെ വാക്കിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ഡോഗ്സുമായിട്ട് നടക്കാൻ ഇറങ്ങാനും അങ്ങനെയൊക്കെ വരാറുള്ളൊരു സ്ഥലമാണ്. എസ്പെഷ്യലി സൺസെറ്റിൻ്റെ സമയത്ത് വെയിലൊക്കെ ആറിക്കഴിയുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയാണ് ഇവിടെ. നിമി, നമ്മളിവിടെ ഇതിനു മുന്നേ വന്നിട്ടില്ലേ? നമ്മൾ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾമോസ്റ്റ് തേർഡ് ടൈമാണ് വരുന്നത്. നമ്മളിവിടെ സൈക്ലിങ്ങിന് വന്നിട്ടുണ്ട്, നമ്മുടെ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു പാർക്കൊക്കെ ഉണ്ട്. അപ്പം കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണ്. അവരൊക്കെ ഇവിടെ ഒരു ചെറിയ പോണ്ടോ ലേക്ക് പോലത്തെ ഇവിടെ ഫ്രണ്ടിലുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് അവിടെയും കൂടെ ഒന്ന് പോയി നമ്മുടെ വ്യൂവേഴ്സിനെ കാണിച്ചു കൊടുക്കാം. എനിക്ക് വളരെ അത്ഭുതം തോന്നിയത് എന്താണെന്നറിയോ? ഇത്രയും ഏരിയ ഉണ്ടായിട്ട് ഇവിടുത്തെ പുല്ലൊക്കെ കണ്ടോ, എന്ത് വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് നല്ല ട്രിംഡ് ആയിട്ടാണ് ഈ ഒരു സ്ഥലം കിടക്കുന്നത്. അത് ഇവിടുത്തെ കൗൺസിലിന് നല്ലൊരു അപ്രീസിയേഷൻ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. വളരെ നന്നായിട്ടാണ് ഇവർ ഈ ഒരു സ്ഥലം മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇത്രയും ഏരിയ ഓൾമോസ്റ്റ് എത്ര ഹെക്ടർ ഉണ്ടായിരിക്കുമെന്ന് തന്നെ അറിയത്തില്ല. പക്ഷേ എന്നാലും അവർ വളരെ നന്നായിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ എന്ത് ക്ലീനാന്ന് നോക്കിയേ, വളരെ ക്ലീൻ ആയിട്ടാണ്. നമുക്കേതായാലും ആ ലേക്കിന് അങ്ങോട്ട് പോവാം. അതെ, ഇപ്പോൾ കുറച്ച് നടന്നല്ലോ. നമുക്ക് ഇവിടുത്തെ സ്ഥലം കാണിച്ചാൽ മാത്രം മതിയോ? നമുക്ക് ഇന്ന് വന്ന കാര്യം കൂടെ വ്യൂവേഴ്സുമായിട്ട് ഷെയർ ചെയ്യണ്ടേ? വേണം. ഇന്ന് നമ്മളപ്പോൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്? നമുക്ക് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എൻ്റെ മനസ്സിലുള്ളത്. ഡിപ്പെൻഡൻറ്റ് വിസകളെ കുറിച്ച് നമുക്കിന്ന് സംസാരിക്കാം. ഞാൻ വന്ന പോലെ. അതെ. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഡിപ്പെൻഡൻറ്റ് വിസ എന്താണെന്ന് ക്ലിയർ ആയിട്ട് അറിയാത്തവരോട് അച്ഛനൊന്ന് പറഞ്ഞു കൊടുക്കാവോ? എന്താണ് ഡിപ്പെൻഡൻറ്റ് വിസ? ഡിപ്പെൻഡൻറ്റ് വിസ വളരെ സിമ്പിളാണ് ആക്ച്വലി. അതായത് ഇവിടെ ഓസ്ട്രേലിയയിൽ നിലവിൽ വിസ ഉള്ള ഒരു വ്യക്തിക്ക്, അതായത് ഒരു ആക്റ്റീവ് വിസ ഹോൾഡറിന് അവരുടെ സ്പൗസ് അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറിനെ കൂടെ ഇവിടെ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഡിപ്പെൻഡൻറ്റ് വിസ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ സ്പൗസിനൊപ്പം അവർക്കൊരു കുട്ടിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ചിൽഡ്രൻ ഉണ്ടെങ്കിൽ അവരെയും കൂടെ നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അവർക്കും കൂടെ ആ വിസ എക്സ്റ്റൻഷൻ കിട്ടും. ഇനിയും ഡിപ്പെൻഡൻറ്റ് വിസയിൽ തന്നെ പല തരം ഡിപ്പെൻഡൻറ്റ് വിസ ഉണ്ട്. ഇപ്പം നിമിയുടെ കേസിലുള്ള ഡിപ്പെൻഡൻറ്റ് വിസ ഈസ് ലൈക്ക് ഡിഫറെൻറ്റ് ഫ്രം സംബഡി എൽസസ് ഓൾസോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പററി ഡിപ്പെൻഡൻറ്റ് വിസയും ഉണ്ട്, അതുപോലെ തന്നെ പെർമനൻറ്റ് PR പാത്വേ ആയിട്ടുള്ള ഡിപ്പെൻഡൻറ്റ് വിസസും ഉണ്ട്. അച്ഛേ, അപ്പോൾ ടെമ്പററി ആൻഡ് പെർമനൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇതിൽ, രണ്ട് കാറ്റഗറി. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ടെമ്പററി വിസ അല്ലെങ്കിൽ ടെമ്പററി ഡിപ്പെൻഡൻറ്റ് വിസ എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളുടെ സ്പൗസ് ഇപ്പം നിലവിൽ ഓസ്ട്രേലിയൻ വിസ വാലിഡ് വിസ ഉള്ള ആൾക്ക് ടെമ്പററി വിസയാണ് നിലവിലുള്ളതെങ്കിൽ അവരുടെ വൈഫ് അല്ലെങ്കിൽ സ്പൗസിനും ടെമ്പററി ഡിപ്പെൻഡൻറ്റ് വിസയെ കിട്ടത്തുള്ളൂ. അതേ സമയത്ത് ഇപ്പം നിങ്ങളുടെ സ്പൗസിന് ഇവിടെ ഓൾറെഡി ഒരു PR ഹോൾഡർ അല്ലെങ്കിൽ ഒരു സിറ്റിസൺ ആണെങ്കിൽ
നിങ്ങളുടെ വൈഫിന് അതായത് നിങ്ങൾ കല്യാണം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ സ്പൗസിനും പെർമനൻറ്റ് വിസയിലേക്ക് ഒരു പാത്വേ ഓപ്പൺ ആയി കിട്ടും. അപ്പോൾ അതിനെന്തെങ്കിലും ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും പ്രത്യേക എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോളോ ചെയ്യണമെന്നുണ്ടോ? ഡിപ്പെൻഡൻസിന് ഒരു പ്രത്യേക എലിജിബിലിറ്റി ക്രൈറ്റീരിയ വേണമെന്നില്ല, ടു ബി ഓണസ്റ്റ്. കാരണം അവരൊരു സ്കിൽഡ് വിസ കാറ്റഗറിയിലേക്കല്ല അവരുടെ വിസ കിട്ടുന്നത്. അവരുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ വൈഫിനോ ഒരു PR ഓൾറെഡി ഉണ്ടെങ്കിൽ അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവർക്ക് പോലീസ് ചെക്ക് അതുപോലത്തുള്ള ക്യാരക്ടർ പരമായിട്ടുള്ള ചെക്സ് മാത്രമേ അവരുടെ ഇതിലേക്ക് വരത്തുള്ളൂ. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇല്ല. അപ്പോൾ ഇതിന് എന്തുമാത്രം കാലതാമസം എടുക്കും? ഇപ്പോൾ ഒരാൾ മാരി ചെയ്തു, ഒരു വ്യക്തിനെ മാരേജ് ഒക്കെ കഴിഞ്ഞു, അപ്പോൾ അവർക്ക് ഇപ്പോൾ പെർമനൻ്റ് ആയിക്കോട്ടെ ടെമ്പററി ആയിക്കോട്ടെ ഇതിൻ്റെ കാലയളവ് എന്തുമാത്രം എടുക്കും? അതൊരു നല്ല ചോദ്യമാണ്. ആക്ച്വലി അത് കേസ് ടു കേസ് ഡിപ്പെൻഡ് ചെയ്യും. പക്ഷേ ഈ വെബ്സൈറ്റിനനുസരിച്ച്, അതായത് ഹോം അഫെയർസിൻ്റെ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് മിനിമം 2 ഇയേഴ്സ് എങ്കിലും നമ്മുടെ ടെമ്പററി സ്റ്റേറ്റിൽ തുടർന്നാൽ മാത്രമേ നമുക്ക് PR കിട്ടത്തുള്ളൂ. PR എന്ന് പറയുന്നത് അൺകണ്ടീഷണലായിട്ട് നമുക്ക് പെർമനൻറ്റ് റെസിഡൻസി ഗ്രാൻറ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് 2 സ്റ്റേജിലായിട്ടുണ്ടെന്ന്. അപ്പം ഇപ്പം നിമിയുടെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കുറച്ച് നാളിന് ശേഷം അവരൊരു ബ്രിഡ്ജിങ് വിസ തന്നായിരുന്നു. ആ ബ്രിഡ്ജിങ് വിസയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരു 2-3 മന്ത്സ് ബ്രിഡ്ജിങ് വിസയിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ നമ്മൾ ആപ്ലിക്കേഷൻ അവർ അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ടെമ്പററി വിസ തന്നു. ആ ടെമ്പററി വിസയുടെ സബ് ക്ലാസ് എന്ന് പറയുന്നത് 820 വിസ. അപ്പം സബ് ക്ലാസ് 820 വിസയാണ് ആദ്യം പാർട്ട്ണറിന് ഗ്രാൻറ്റ് ആകുന്നത്. ആ സബ് ക്ലാസ് 820 വിസയുടെ കാലാവധി എന്ന് പറയുന്നത് നമ്മുടെ PR PRൻ്റെ വിസയുടെ സബ് ക്ലാസ് എന്ന് പറയുന്നത് 309 അല്ലെങ്കിൽ 100, ഇതിലേതെങ്കിലും ഒന്നാണ് PRൻ്റെ സബ് ക്ലാസ്. ആ വിസ ഗ്രാൻറ്റ് ആവുന്നിടം വരെ അൺകണ്ടീഷണലായിട്ട് ആ വ്യക്തിക്ക് ഓസ്ട്രേലിയയിൽ തുടരാനുള്ള അനുമതിയാണ് നമുക്ക് ഈ സബ് ക്ലാസ് 820 വിസയിൽ കിട്ടുന്നത്. അപ്പോൾ എനിക്കൊരു ഡൗട്ടുണ്ട്. ആ വിസയിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് റൈറ്റ്സ് ഉണ്ടാവുമോ ആ വരുന്ന വ്യക്തിക്ക്? ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. വർക്കിംഗ് റൈറ്റ്സ് കിട്ടണമെങ്കിൽ ഇപ്പം നിമിയുടെ കേസിൽ നിമി ഓൺഷോർ ആയിട്ടാണ് ഇത് അപ്ലൈ ചെയ്തത്. അതായത് ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് നിമി ഈ ഒരു പാർട്ട്ണർ വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. നൗ ഈ പാർട്ട്ണർ വിസയ്ക്ക് നമുക്ക് 2 രീതിയിൽ അപ്ലൈ ചെയ്യാം. നമ്മൾ നാട്ടിലായിരിക്കുന്ന സമയത്ത് തന്നെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിന് ഓഫ് ഷോർ വിസ ആപ്ലിക്കേഷൻ എന്നാണ് പറയുന്നത്. ഓഫ് ഷോറായിട്ട് ചെയ്യുന്നൊരു വ്യക്തിക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വിസ ഗ്രാൻറ്റ് ആകാൻ ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് മിനിമം എടുക്കുമെന്ന്. ആ 2 വർഷം കഴിഞ്ഞതിന് ശേഷമേ ഓസ്ട്രേലിയയിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 2 വർഷം കഴിഞ്ഞ് ട്രാവൽ ചെയ്ത്, അതായത് ആ വിസ ഗ്രാൻറ്റ് ആയതിന് ശേഷം മാത്രമേ അവരെ സംബന്ധിച്ച് അവർക്ക് വർക്കിംഗ് റൈറ്റ്സ് കിട്ടത്തുള്ളൂ. അവരെ സംബന്ധിച്ച് ഒറ്റ സ്റ്റേജേ ഉള്ളൂ, അവർക്ക് 2 സ്റ്റേജായിട്ടല്ല. പക്ഷേ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിവിടെ വിസിറ്ററായിട്ടാണ് നിമി ഇവിടെ ആദ്യം വന്നത്. വിസിറ്ററായിട്ട് വന്നിട്ട് നമ്മൾ ആ വിസിറ്റർ വിസ എക്സ്പയർ ആകുന്നതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ഈ പാർട്ട്ണർ വിസ ലോഡ്ജ് ചെയ്തു. അപ്പം വിസിറ്റർ വിസ എക്സ്പയർ ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി പാർട്ട്ണർ വിസയുടെ ബ്രിഡ്ജിങ് ആക്റ്റീവായി. അപ്പം നമ്മളിവിടെ ഓസ്ട്രേലിയയിൽ തുടരാൻ പറ്റി. അപ്പം ഈ പാർട്ട്ണർ വിസയുടെ ബ്രിഡ്ജിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ബ്രിഡ്ജിങ്ങിൽ നമുക്ക് വർക്കിംഗ് റൈറ്റ്സും ഉണ്ട്. അപ്പം അത് വളരെ ഒരു അഡ്വാൻറ്റേജ് ആണ്. കാരണം നമുക്ക് ആ കാലയളവിൽ നമുക്ക് ഫുൾ ടൈം വർക്കിംഗ് റൈറ്റ്സ് കിട്ടും ആ വ്യക്തി ഇവിടെ ഓൺഷോർ ആണെങ്കിൽ. അപ്പം ബ്രിഡ്ജിങ്ങിലായിരിക്കുമ്പോഴും നമുക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ 820 വിസ ടെമ്പററി ആയിട്ടുള്ള വിസ ഗ്രാൻറ്റ് വന്നു കഴിഞ്ഞിട്ട് ശേഷവും നമുക്ക് ഫുൾ വർക്കിംഗ് റൈറ്റ്സ് ഉണ്ട്. ഇതിവിടെ ഉള്ളൊരു വ്യൂ പോയിൻ്റ് ആണ്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. അച്ഛേ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ ഈ വിസ അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ച് ചോദിക്കാം. ഇത് ഒരാൾക്ക് തനിയെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണോ, അതോ യു നീഡ് ആൻ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ, ഒരു കൺസൾട്ടൻറ്റോ അങ്ങനെ? ഞാൻ പറയാം. ആദ്യം നീ ഇതൊക്കെ ഒന്ന് കാണിച്ചേ. എത്ര താറാങ്കുഞ്ഞുങ്ങളാണെന്ന് നോക്കിയേ. ഇതൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ ഇവിടെ സൗത്ത് ഈസ്റ്റിലാണെങ്കിൽ ഇതൊന്ന് ചെക്കൗട്ട് ചെയ്യാൻ ഡെഫിനറ്റ്ലി നിങ്ങൾ വരണം. വളരെ നല്ലൊരു പീസ്ഫുൾ എൻവയൺമെൻ്റ് ആണ്. റിയലി നിങ്ങളിത് എൻജോയ് ചെയ്യും. ഇനി നമുക്ക് ആ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ആക്ച്വലി നമുക്ക് സ്വയമേ ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. കാരണം നമ്മുടെ കേസിൽ നമ്മൾ സ്വന്തമായിട്ടാണ് ഇത് ചെയ്തത്.
പക്ഷേ ആർക്കെങ്കിലും ആ ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ദേ ക്യാൻ ആക്ച്വലി അപ്രോച്ച് ദി ഏജൻറ്റ് ഓൾസോ. ബട്ട് ഏജൻറ്റ് ഇങ്ങനത്തെ ഈ പാർട്ട്ണർ വിസയ്ക്കൊക്കെ ചാർജ് ചെയ്യുന്നത്, കാരണം ഇതൊരു പെർമനൻറ്റ് വിസ ആയതുകൊണ്ട് തന്നെ പാർട്ട്ണർ വിസയ്ക്ക് ചാർജ് ചെയ്യുന്ന ഓൾമോസ്റ്റ് ക്ലോസ് ടു $4,000 ആണ്. അപ്പം അത് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഐ വുഡ് സേ നമ്മൾ സ്വയമേ ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അത് ഓസ്ട്രേലിയയുടെ ഏത് വിസ ആപ്ലിക്കേഷൻ്റെയും ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും നമുക്ക് ഹോം അഫെയർസിൻ്റെ വെബ്സൈറ്റിൽ കിട്ടും. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ എല്ലാ ക്വസ്റ്റ്യനെയും അഗെയിൻസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. ആ ക്വസ്റ്റ്യൻ മാർക്ക് ഞെക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്താണ് ആ ക്വസ്റ്റ്യൻ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നതെന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും അതിനകത്തുണ്ട്. അപ്പം ആ പ്രോസസ്സ് ഈസ് വെരി സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് സിമ്പിൾ. അപ്പം നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കൊരു പേടിയുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാനെന്നുണ്ടെങ്കിലും ഐ വുഡ് എൻകറേജ് നിങ്ങൾ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ജസ്റ്റ് ഒരു അക്കൗണ്ട് തുടങ്ങുക, ഇമിഗ്രേഷൻ ഹോം അഫെയർസിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ കുറച്ച് പ്രീ റിക്വസൈറ്റ്സ് ഉണ്ട്, അതായത് കുറച്ച് ഡോക്യുമെൻറ്റേഷനും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസസും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതാനുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ റീച്ച് ഔട്ട് ടു മീ. എനിക്ക് ഒരു സംശയം കൂടെ ഉണ്ട്. ഈ വിസയിൽ IELTSൻ്റെയോ അല്ലെങ്കിൽ PTAയുടെയോ ആവശ്യമുണ്ടോ? IELTSൻ്റെയും PTEയുടെയും ആവശ്യം ഇതിനില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമ്മുടെ റിലേഷൻഷിപ്പ് ആണ് മെയിനായിട്ടും ചെക്ക് ചെയ്യുന്നത്. കാരണം നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ ജെന്യൂനിറ്റിയാണ് ചെക്ക് ചെയ്യുന്നത്. ഇപ്പം ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഇവിടെ മാരേജ് ചെയ്യണമെന്ന് തന്നെ നിർബന്ധമില്ല. നിമിക്കറിയാമല്ലോ, ഇവിടെ നമുക്ക് ലിവിങ് ടുഗെദർ റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തുള്ള എല്ലാ റിലേഷൻഷിപ്സും ഇവിടെ അവർ ഗവൺമെൻറ് പരിഗണിക്കുന്നതാണ്. അപ്പം അതിനെല്ലാം അലൗഡാണ്. അപ്പം അങ്ങനത്തുള്ള കേസിലും അവർ നമ്മുടെ കേസ് ഓഫീസർ അസസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ആ റിലേഷൻഷിപ്പിൻ്റെ ജെന്യൂനിറ്റിയാണ്. അപ്പോൾ ആ റിലേഷൻഷിപ്പിൻ്റെ ജെന്യൂനിറ്റി പ്രൂവ് ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ എന്തോരം എവിഡൻസസ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ്റെ സമയത്ത്. ലൈക്ക് മാരേജ് സർട്ടിഫിക്കറ്റ്സ്, അതാണോ ഉദ്ദേശിച്ചത്? മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നമുക്കുള്ള മാരേജിൻ്റെ ഫോട്ടോസ്, പിന്നെ നിങ്ങൾ ഇപ്പം നാട്ടിലാണ് നിങ്ങളുടെ കല്യാണമെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്തിരിക്കുന്നതിൻ്റെ എവിഡൻസസ്, പിന്നെ നിങ്ങളുടെ ജെന്യൂനായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളിപ്പം നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫോൺ കോൾസിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വാട്സാപ്പ് ചാറ്റ്സ്, അതൊക്കെ നിങ്ങൾക്കൊരു മിതമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതെ, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ചോദിക്കത്തില്ല. അവർ വളരെ പബ്ലിക് ഡൊമൈനിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ അതും അവർ നിർബന്ധമായിട്ട് നമ്മളൊന്നും സബ്മിറ്റ് ചെയ്യണമെന്നില്ല. അത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് ഓൾ യു ക്യാൻ പ്രൊവൈഡ് ടു പ്രൂവ് യുവർ റിലേഷൻഷിപ്പ്. അച്ഛേ, അപ്പോൾ അതിന് ബേസിക് ആയിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഡോക്യുമെൻസിൻ്റെ ആവശ്യമില്ല. നമ്മുടെ റിലേഷൻഷിപ്പ് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ നിങ്ങൾക്ക് ഫർണിഷ് ചെയ്യാൻ പറ്റുന്നോ അത്, പിന്നെ അതിനോടൊപ്പം തന്നെ ഇവർ കുറച്ച് മെറ്റീരിയൽ എവിഡൻസസ്, അതായത് ലെറ്റ്സ് എ ഫിനാൻഷ്യലി നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ മാരേജിൽ നിങ്ങൾ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസാണ് ഫിനാൻഷ്യലി നിങ്ങൾ ഷെയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ സോഷ്യലി നിങ്ങൾ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസാണ് ഷെയർ ചെയ്യുന്നത്, നിങ്ങളുടെ ഹൗസ് ഹോൾഡ് റെസ്പോൺസിബിലിറ്റീസ് എങ്ങനെയാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പം അതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഫിഡവിറ്റ് അല്ലെങ്കിൽ നിങ്ങളൊരു ലെറ്റർ എഴുതിയിട്ട് ഇതാണ് ഞങ്ങളുടെ കാര്യം, ഇങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഫിനാൻസസ് ഞങ്ങൾ ചെയ്യുന്നത്, ഞങ്ങൾ ഇങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ജോയിൻ്റ് അക്കൗണ്ട് ഉണ്ട്, അവിടെയാണ് ഞങ്ങൾ സേവ് ചെയ്യുന്നത്, പിന്നെ ഞങ്ങൾക്ക് സൂപ്പർ ആനുവേഷൻ, അതായത് പ്രൊവിഡൻറ്റ് ഫണ്ട് എന്നൊക്കെ നാട്ടിൽ പറയുന്ന പോലെ സൂപ്പർ ആനുവേഷൻ ഉണ്ട്. അപ്പോൾ എൻ്റെ സൂപ്പർ ആനുവേഷൻ്റെ നോമിനി എൻ്റെ വൈഫാണ്, അതുപോലെ എൻ്റെ വൈഫിൻ്റെ സൂപ്പർ ആനുവേഷൻ്റെ നോമിനി ഹസ്ബൻഡാണ്. അപ്പോൾ അങ്ങനത്തുള്ള എവിഡൻസസ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ ഈ ഒരു ആപ്ലിക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് ആണ്. അപ്പം ഇതാണ് മെയിനായിട്ടും ഉള്ളത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒത്തിരി, അതിപ്പോൾ ഏത് വിസ ആണെങ്കിലും നമുക്ക് ക്യാരക്ടറിന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം ഇന്ത്യയിൽ നിന്ന് നമുക്ക് പോലീസ് ചെക്കിൻ്റെ റിപ്പോർട്ട് വേണം, അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മൾ ഓസ്ട്രേലിയൻ ഫെഡറൽ പോലീസ് ചെക്കിൻ്റെ AFCയുടെ റിപ്പോർട്ട് വേണം. അപ്പം അങ്ങനത്തുള്ള കുറേ ചെക്ക് ലിസ്റ്റും ഉണ്ട്. പക്ഷേ അതൊക്കെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതാണ്. അപ്പം ഡോക്യുമെൻസിൻ്റെ പ്രശ്നം കാരണം ഒരിക്കലും ഞാൻ പറയത്തില്ല ഇപ്പം നിങ്ങൾ ഏജൻറ്റിനെ സമീപിക്കാനൊക്കെ. നമുക്ക് ഇച്ചിരി സമയം കണ്ടെത്താനുണ്ടെങ്കിൽ നമുക്ക് സ്വയമേ ഈ ആപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വിസയുടെ കോസ്റ്റ് എത്ര ഏകദേശം?
ആക്ച്വലി അവിടാണ് ഇച്ചിരി നമ്മുടെ പോക്കറ്റ് കാലിയാകുന്നത്. ഈ വിസ താരതമ്യേന മറ്റുള്ള കാട്ടിലും ഇച്ചിരിയും കൂടെ എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വിസയാണ്. അപ്പം ഇതിന് ഓൾമോസ്റ്റ് ഒരു $8,000 നമ്മൾ ഗവൺമെൻറ്, അതായത് ഇമിഗ്രേഷന് ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ അടയ്ക്കേണ്ടത്. പക്ഷേ അതിനകത്തൊരു കാര്യം കൂടെ ഉണ്ട്. ഇതിന് ഇത്രയും കോസ്റ്റ് ആകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിസ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം മുതൽ നമുക്ക് PR-ൻ്റെ ഒട്ടുമിക്ക ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻക്ലൂഡിങ് മെഡിക്കൽ. അതെ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇപ്പം നമുക്ക് ബാക്കിയുള്ള വിസകളിലൊക്കെ എന്തായിരുന്നു, നമ്മൾ ടെമ്പററി ആയിട്ട് തുടരുമ്പോൾ നമുക്ക് PR-ൻ്റെ ആനുകൂല്യങ്ങളില്ല. അപ്പോൾ നമ്മൾ PR കിട്ടിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് മെഡിക്കെയർ ബെനിഫിറ്റ്സും അല്ലെങ്കിൽ അങ്ങനത്തുള്ള എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്നത്. പക്ഷേ ഈ ഒരു വിസയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മോസ്റ്റ്ലി ഈ വിസയിൽ അങ്ങനെ റിജക്ഷൻസ് കുറവാണ്. അൺലെസ് ആൻഡ് അൺടിൽ ആ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു ഫ്രോഡോ എന്തെങ്കിലും അവർ ഡിസ്കവർ ചെയ്യുവാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു റിജക്ഷൻ വരുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിന് ഒരു PR ഉണ്ട്, അല്ലെങ്കിൽ ഒരു സിറ്റിസൺ ആണെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പും ജെന്യൂൻ ആണെങ്കിൽ അവർ ഈ വിസ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഗ്രാൻറ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കേസിൽ ഈ വിസ അപ്ലൈ ചെയ്യുമ്പോൾ മുതൽ വി ആർ എൻറ്റൈറ്റിൽഡ് ടു മെഡിക്കെയർ ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ ഫുൾ വർക്കിംഗ് റൈറ്റ്സ്. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങളിലെല്ലാം നമുക്ക് ഒരു എൻറ്റൈറ്റിൽമെൻ്റ് ഉണ്ട്. അപ്പം ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. അപ്പം നിമിക്ക് അറിയാമായിരിക്കുമ്പോൾ നമുക്ക് ഈവൻ മെറ്റർണിറ്റി ലീവ് അല്ലെങ്കിൽ സെൻട്രൽ ലിങ്ക് ബെനിഫിറ്റ്സ് അടക്കം നമുക്ക് എലിജിബിൾ ആവും നമ്മൾ ടെമ്പററി ആയിട്ട് തുടരുമ്പം പോലും. ഒരു സംശയം കൂടെ, ലാസ്റ്റ് വൺ. ഈ വിസയിൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ? അതും നല്ലൊരു ചോദ്യമാണ്. ഈ വിസയിലും നമുക്ക് പഠിക്കാൻ പറ്റും. പക്ഷേ നമുക്ക് അതിനകത്ത് PR-ൻ്റെ ആ ഒരു ബെനിഫിറ്റ് കിട്ടത്തില്ല. പഠിക്കുന്നതിന് നമുക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്ത്, അതായത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ടേ നമ്മളെ കൺസിഡർ ചെയ്യത്തുള്ളൂ. പക്ഷേ പഠിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല, നമുക്ക് പഠിക്കാം. പക്ഷേ ഫീസ് കൂടുതലായിരിക്കും. അതേസമയം നിങ്ങൾക്ക് PR കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കോഴ്സിനും ചേരുന്നെങ്കിലോ നമുക്ക് അതിൻ്റെ കോസ്റ്റ് ഒരു 1/4 കുറയുന്നതായിരിക്കും. അപ്പോൾ അതെ, ഇതിപ്പം സംഗതി ഇച്ചിരി ഇരുട്ടാറൊക്കെ ആയി. അപ്പം ഞങ്ങൾ പറഞ്ഞു കുറേ സമയം പോയി. പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് നല്ലൊരു ഇൻഫർമേഷനാണ് കിട്ടിയതെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനിയും ഇതിൽ കവർ ചെയ്യാത്തതായിട്ടും കുറേ അധികം കാര്യങ്ങളുണ്ട്. അപ്പം ഇതൊരു എന്താ പറയുന്ന ഒരു കൺസൾട്ടൻറ്റിൻ്റെ ഒപ്പീനിയനായിട്ടോ അല്ലെങ്കിൽ ഒരു മൈഗ്രേഷൻ ഏജൻറ്റിൻ്റെ ഒപ്പീനിയനായിട്ടോ ഒന്നും നിങ്ങൾ എടുക്കരുത്. ഞങ്ങൾ ഈ വിസയുടെ ആപ്ലിക്കേഷനിൽ ഞങ്ങൾക്കുണ്ടായ കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്തതേ ഉള്ളൂ. ഞങ്ങൾക്കുള്ള ഇൻഫർമേഷൻ ഞങ്ങൾ ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഫർദർ എന്തെങ്കിലും ഒരു ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സോളിസിറ്ററുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻസുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ നല്ലൊരു പ്രകൃതി നിങ്ങൾക്ക് ഞങ്ങളുടെ പുറകെ കാണുന്ന ഇത് ഇഷ്ടപ്പെട്ടെങ്കിലും, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഓസ്ട്രേലിയക്ക് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഇത് ഷെയർ ചെയ്യുക. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. Hope you all had a good time with us. Yes. See you. Thank you. Thanks for watching. Bye.